ഹലോ. തരകനാ. നീയായിരുന്നോ? ഞാനിവിടെ എറണാകുളത്താ. എടാ മറ്റേ ഈ നമ്മുടെ ഈ റീൽസ് ഇല്ലേ, ഈ റീൽസിന്റെ ഒക്കെ ഒരു പരിപാടി. അതിന്റെ പേരിനടാ എന്നാ? ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ്. ഒന്നുകൂടെ പറഞ്ഞേ. ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ്. അത് തന്നെ ആ പരിപാടിക്ക്. ഞാൻ മാത്രമല്ല, അവളും വന്നിട്ടുണ്ടെന്ന്. എടാ അവളെ ഏതാണ്ടൊരു ചെറുക്കനെ വിളിച്ചോണ്ട് മറ്റേ റീൽസ് ചെയ്ത് കുന്താളിച്ചോണ്ടിരിക്കുക. ഓക്കെ ഞാൻ വിളിക്കാം. ഉണ്ട് ഒരു 2 കിലോ ഈ പോക്കറ്റിലിട്ടേക്കണേ. എന്നതാ? ഞാൻ ഐസ് ഇട്ട് കൊണ്ടുപോകാം. എന്തിന്റെ കാര്യം പറയുന്നേ? ഞാൻ വിളിക്കാം. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാന്നാ പറഞ്ഞേ. ഞാൻ വിളിക്കാന്നല്ല. അല്ലല്ല, വീഡിയോ വലിക്കുമെന്നോ? അല്ലല്ല, എവിടെയോ കണ്ട് ഞാൻ മറക്കും. ഒന്ന് ടൈം ചെയ്തേ. എവിടെയോ റീൽസ് ചെയ്യുന്ന ആള്. അത് പറ. അങ്ങനെ വരട്ടെ. എന്താ പേര്? എന്റെ പേര് തരകൻ പേട്ട. തകരപ്പാട്ടയോ? സാറേ എന്റെ പേരാണ് തരകൻ പേട്ട. സ്ഥലപ്പേരാ പേട്ട. ഓ, തരകൻ പേട്ട. അതെ. ഓക്കെ. സാറിന്റെ എന്താ ജോലി? എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ്? അപ്പൊ കാന്തത്തിന്റെ കച്ചവടം അല്ലേ? എന്താ അങ്ങനെ? മാഗ്നറ്റ് കാന്ത കച്ചവടം. അതല്ല, ഞാനൊരു ബിസിനസ് ശൃംഖലയുള്ള ഒരു മനുഷ്യനാണ്. സാറിന്റെ ഗുഡ് നെയിം പേരെന്താണ്? പേര് അക്ഷയ് കുമാർ. പേര് തന്നെ ഒരു ഹിന്ദി ടച്ച് ഉണ്ട്. ഹിന്ദി ടച്ച് ഉണ്ടല്ലേ? അതെ. എല്ലാരും പറയുന്നു. അതെന്താണെന്നറിയോ? എന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടേക്കുന്ന ഒരു പേരാണത്. സാറിന് എന്ത് ബിസിനസ്സാ? അക്ഷയ ലോട്ടറി ഞാൻ ജീവിക്കുന്ന കുമാർ. അപ്പൊ ഈ വഴിയോരങ്ങളിലേക്ക് നാളെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടി. നാളത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഒരു അക്ഷയ എടുക്കട്ടെ. വേണ്ട സാറേ, ഞാൻ ഈ ലോട്ടറി എടുക്കുന്ന ശീലമില്ല. അല്ല, പിന്നെ സാറിന്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ടോ? റീൽസ് വൈഫ് വന്നിട്ടുണ്ടോന്നോ ഒന്നും പറയണ്ടോ. സ്വൈര്യതയില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്താ പ്രശ്നം? എന്താണ്? അയാള് പത്രോസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ റീൽസ് ഒക്കെ എടുക്കും. അയാളുമായിട്ട് കൊളാബടിക്കാണ് പരിപാടി. കൊളാബടി. ഇവിടെ ഈ കൊളാബടി കാരണം ഞാനിപ്പോ വെള്ളവടിയും കൂടെ തുടങ്ങി. മനസ്സിലായോ? മനസമാധാനം പോയിരിക്കുകയാണ്. അല്ല സാർ, അതിന്റെ അകത്തൊരു പ്രശ്നം വെച്ചാല്. എന്ത് പ്രശ്നം? സാറിന്റെ വൈഫുമായിട്ട് കൊളാബ് ചെയ്യണം. ഞാൻ കൊളാബ് ചെയ്ത് അത് കൊളവാകുമെന്നാണ് അവള് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്റെ കൂടെ അതുകൊണ്ട് അവള് കൊളാബ് ചെയ്യില്ല. എനിക്ക് റീച്ച് ഇല്ല പോലും. എന്റെ കൊളാബിന് റീച്ച് ഇല്ല പോലും. റീച്ച് കുറവാ. റീച്ച് ഇല്ലാത്തതിന് എന്താ കാരണം? എനിക്ക് ഹോളോബ്രിക്സ് ഇല്ല. ഹോളോബ്രിക്സ് അല്ല, ഫോളോവേഴ്സ് വേണം. അത് വേണം. അത് ഇച്ചിരി കുറഞ്ഞു പോയി. അതിപ്പോ എന്റെ കുഴപ്പമാണോ? അത് കുഴപ്പമൊന്നുമില്ല. ഈ ഫോളോവേഴ്സിന് റീച്ച് ഒന്നും അല്ല. ഷെയർ ഉണ്ടോ? ഷെയർ ഇട്ടടി പരിപാടി നിർത്തി മോനെ, നഷ്ടമാണ്. ഒരുപാട് പേരെന്നെ പറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഷെയർ ഇട്ട് സാധനം എടുക്കും, ഭൂരിഭാഗവും അവന്മാരടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ആ പരിപാടി നിർത്തിയിട്ട് ഒരു സാധനം എടുക്കും, വീട്ടിൽ കൊണ്ടുവെക്കും, മാന്യമായിട്ട് ഞാൻ അവിടെ നിന്ന് അടിക്കാം. അവർക്ക് ഇഷ്ടമല്ല വെളിയിൽ പോയി അടിക്കുന്നത്. അവള് കൊളാബ് അടിച്ചോണ്ട് പോകുന്നത്. മനുഷ്യൻ ഇത് നശിപ്പിക്കും. ഇങ്ങോട്ട് സ്വഭാവം മേടിക്കും. ഹായ്, ഞാനാ കലിപ്പന്റെ കാന്താരി. അങ്ങനെ വളിപ്പന്റെ കാന്താരി ഒന്നും പറയല്ലേ. വളിപ്പനല്ല, കലിപ്പന്റെ കാന്താരി. അല്ല, ഇതാണോ നിങ്ങൾ പറഞ്ഞ മറ്റേ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ പത്രോസ്. ഇവനാണോ? ഇവൻ പത്രോസ് അല്ല, ഇവൻ യൂദാസ് ആണ്. എന്റെ കുടുംബം തകർക്കാൻ വന്ന യൂദാസ് ആണ് ഇവൻ. പത്രോസ് കുമാർ. ഹലോ കുമാർ, സുഖമാണോ? എനിക്ക് അത്ര സുഖമില്ലടാ. നിനക്ക് സുഖമല്ലേ? നിനക്ക് സുഖമല്ലേ? സുഖം വേണമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ പറയടാ, ഞാൻ തരാമടാ. വേണ്ട. അപ്പൊ നമുക്ക് കൊളാബടിക്കാൻ, അടുത്ത കൊളാബടിക്കാൻ നിർത്താം. എന്നെ വിളിക്കണേ. നിന്റെ വായക്കൂടെ പതപ്പൂടെ ഞാൻ വിടുന്നുണ്ട്. ഞാൻ വയറിലായി മരിക്കുന്നു. മായ അല്ലേ? ഞാൻ മായയുടെ റീൽസ് ഞാൻ ഒരുപാട് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മായനെ. മായയുടെ ഈ അടുത്തിറങ്ങിയ റീൽസ് ഉണ്ടല്ലോ, കിഴങ്ങ
ആ എന്താണ് വിളിച്ചത്? അയ്യോ അതിന്റെ താൻ എന്നെ എന്റെ മുഖത്തൊക്കെ എന്താ വിളിച്ചത്? അല്ല ഞാൻ പിന്നെ കിഴങ്ങ് നമുക്ക് കിഴങ്ങാന്ന് വിളിക്കാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അല്ല പിന്നെ അത് എന്റെ ഭാര്യയ്ക്ക് മാത്രം. അത് റീൽസിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അതെ റീൽസ് അത് എനിക്ക് തോന്നുന്നു നമ്മള് കപ്പപ്പുഴുക്ക് കണ്ടു കാണും. കപ്പ ഈ കപ്പ പറിക്കുന്ന ഒരു റീല് നമ്മൾ ചെയ്തില്ലേ? ആ അതല്ലേ? അല്ല അതല്ല, ഈ കപ്പ പുഴിച്ചെടുക്കുന്നില്ലേ, ആ. പിഴിച്ചെടുക്കുന്ന ആ റീൽസ്. അയ്യോ അതന്നെ കപ്പപ്പുഴുക്ക്. കപ്പപ്പുഴുക്കല്ലെന്നേ. അതിനകത്ത് ഇവൾ കപ്പ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതെ അതിനകത്ത് ഒരുവൻ നിന്ന് പുഴുക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ. അത് ഞാനത്. അങ്ങനെയാണ് ഈ റീൽസിന് കപ്പ പുഴുക്കുന്ന പേര് വീണത്. അതുകൊണ്ടാണ് കിഴങ്ങാന്ന് വിളിക്കുന്നത്. ചേട്ടന് ഞാൻ എവിടെയോ അതെ ഞാൻ റീൽസ് ചെയ്യും. റീൽസ് ചെയ്യൂല്ലേ? അതാ ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ട്. എന്റെ ബലികുടീരം കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തോ കല്ലറയുടെ കച്ചറുണ്ടോ? അല്ല ബലികുടീരം കണ്ടോന്ന് ചോദിച്ചാൽ. അല്ല സാറേ എന്റെ ബലികുടീരം റീൽസ്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണയിലൊഴുകും സ്മാരകങ്ങളെ. സാരമല്ലേ അത്? അടിപൊളിയാ. അത് ഭയങ്കര റീച്ചായിരുന്നു അതിനൊക്കെ. ഭയങ്കര തന്തവൈബാണല്ലോ. തന്തവൈബാണ്. തന്തവൈബ്. അല്ല ചേട്ടന്റെ വൈഫ് വന്നിട്ടില്ലേ? എന്റെ വൈഫിനെ അറിയില്ലേ? ആ, ആ. അയ്യോ അവള് റീൽസ് റാണിയാണ്. അതെയോ? ആ. ഏയ്, അപ്പൊ ഇതിലുണ്ടാവുമല്ലോ. പിന്നല്ലേ എന്റെ വൈഫ. ഈ സ്റ്റെപ്പ് ഇട്ടായിരുന്നെ കുറച്ചുകൂടെ റീച്ച് കിട്ടിയാനെ. ബൈ ദ ബൈ, ഇതാണ് എന്റെ ഹസ് ഓ തരകൻ. എന്താ പേര്? എന്റെ പേര് തരകൻ. ഞാൻ പത്രോസ്. പത്രോസ്. റാണി അപ്പൊ നമുക്ക് നാളെ ഒന്ന് കൊളാബ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. ഹായ് റാണി. ഹായ് മായ. ആദ്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ലടാ. നീ എന്റെ അത്ര റീച്ച് അല്ലല്ലോ. അല്ല നിന്നെക്കാൾ 200K എനിക്ക് കൂടുതലാ. ആണോ? ബൈ ദ ബൈ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് അക്ഷയ് കുമാർ. നൈസ് നെയിം. മായ നോക്കൂ വയറകത്ത് പോയി. ഫ്രണ്ട് പോയി പക്ഷെ ബാക്കിൽ വന്നു. ആ, അതെ. അയ്യോ പത്രു വിളിക്കുന്നു. ചേട്ടാ ഞാൻ പത്രുവിന്റെ കൂടെ കൊളാ പഠിക്കാൻ പോട്ടെ. എന്താ നിനക്ക് നിർത്താറായില്ലേ അവന്റെ കൂടെ ഈ കൊളാപടി? എനിക്ക് വൈറലാവാനല്ലേ? വയറിലായി അവസാനം വയറ്റിലാക്കി കൊണ്ട് വരായിരുന്നാ മതി. അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ. ഞാൻ പോയി വേഗം വരാം. ഞാൻ പറയും നിനക്ക് മാത്രമേ ഉള്ളൂ എന്റെ കൂടെ റീൽസ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ഇന്ന് എന്റെ കൂടെ വരുന്ന ആരാന്നറിയോ റീൽസ് അടിക്കാൻ? ആരാ? ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അയ്യോ ആരാ കുമാരേട്ടാ? അത് അവളെൻ കളിത്തോഴി ഓ അഴക കളിത്തോഴി ओ मेरे सैया ये जिंदगी कब तक है अनजान है यारों. दम दम देखो मैं मस्ती में हूँ छन 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 के पायल ऐसे सुन सुन के मेरा आंचल भी होले आए खन 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 के कंगन सैया കടന്നുടിയ വിടെ താളമെന്നെ വിടെ തുടിതുള്ളാം തോഴിമാരെ വിടെ കളിയാട്ടം തുടരാം കളിയാട്ടം തുടരാം കളിയാടും കളമേതോ വിളയാടും തിരപ്പോയി നീയുണ്ടല്ലോ दम 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 देखो मैं मस्ती में हूँ छन 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 के पायल ऐसे सुन सुन चुप के मेरा आंचल भी होले आए खन 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 के कंगन सैया. ഡാൻസിന്റെ അടിപൊളി.
സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആക്ഷൻ കുമാർ. മാഡം ഞങ്ങള് മാഡത്തിന്റെ ഭയങ്കര ഫാൻസാ. അതെ മാം, എന്റെ ഹസ്ബൻഡ് കുമാറിന് എങ്ങനെ അറിയാം? എന്റെ റീൽസിന്റെ ആദ്യ അക്ഷരങ്ങൾ പറഞ്ഞു തന്ന എന്റെ ഗുരുനാഥനാണിത്. എന്റെ കുമാർ സ്വന്തം ജീവിതത്തെക്കാളേറെ ഞാൻ പ്രശസ്തയാവണമെന്നും അതുപോലെ തന്നെ ഞാനൊരു വലിയ റീൽസുകാരി ആവണമെന്നും ഇവൻ ആഗ്രഹിച്ചു. എന്റെ കുമാർ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരും. ഡാൻസിന്റെ പുതിയ 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 സ്റ്റെപ്പുകൾ എനിക്ക് കാണിച്ചു തരും. അങ്ങനെ ഇവനിലൂടെ ഞാൻ റീൽസിന്റെ മായാജാലം കണ്ടു തുടങ്ങി. എന്തിനേറെ പറയുന്നു, എനിക്ക് റീൽസ് എടുക്കാനായിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് ആദ്യമായി വാങ്ങിത്തന്നതും എന്റെ ഈ കളിക്കൂട്ടുകാരനാണ്. അവനൊരു പ്രണയത്തിലകപ്പെട്ട് നാട് വിട്ടു പോയപ്പോഴും എന്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. വലിയ ആളാവുമ്പോൾ പഴയതെല്ലാം മറന്നു പോകുമെന്ന് വിചാരിച്ച ഞാനാണ് പൊട്ടൻ. എന്നാലും എന്റെ കൂടെ റീൽസ് ചെയ്യാൻ നീ വന്നില്ലേ? ഞാൻ ലണ്ടനിൽ എന്നും നിങ്ങളെ ഓർത്ത് നടക്കുമായിരുന്നു. ആ ലണ്ടൻ തെരുവുകളിൽ ഞാൻ എന്നും നിങ്ങളെ അന്വേഷിച്ച് നടക്കാറുണ്ടായിരുന്നു. എന്റെ കുമാർ, ഒരു പാസ്പോർട്ടോ യാതൊരു പഴവും ഇല്ലാതെ കേരളത്തിൽ കറങ്ങി നടക്കുന്ന എന്നെ നിങ്ങൾ എന്തിനാണ് ലണ്ടനിൽ തിരക്കി നടക്കുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്റെ കുമാർ എന്നെ കുറിച്ച് എന്തെങ്കിലും തിരക്കിയിരുന്നു? അങ്ങനെ പറയരുത്. എന്നോട് ക്ഷമിക്കരുത്. എന്നോട് ക്ഷമിക്കേ. എന്നോട് ക്ഷമിക്കേ. ഡയലോഗ് ഞാൻ ഓർത്തെടുത്തോട്ടെ. എന്നോട് ക്ഷമിക്കേ. പണ്ട് അച്ഛന്റെ അൺഡ്രൈവറിൽ നിന്നും 500 രൂപയും പൊട്ടിച്ചോണ്ട് ഈ എണ്ണം കെട്ടവളയും അടിച്ചോണ്ട് ഞാൻ നാട് വിട്ടു പോകുമ്പോൾ എന്റെ കയ്യിൽ ഒരു ചീര വിത്ത് പോലും ഇല്ല. ആ കഷ്ടപ്പാടും ദുരിതത്തിനിടയിലൊക്കെ നീ വരണ്ടാന്ന് വിചാരിച്ചാണ് നിന്നെ അറിയിക്കാതിരുന്നത്. ക്ഷമിക്കറിയേ. ഞാനിപ്പോൾ ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരും. എന്തിനാ? ആകപ്പാട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിടക്കാൻ പോലും അവിടെ സ്ഥലമില്ല. എന്തിനാ തള്ളിപ്പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നേ? ഞാൻ വരുന്നത് നിങ്ങളെ രണ്ടുപേരെയും ലണ്ടനിലേക്ക് കൊണ്ടുപോകാനാണ്. നിങ്ങൾ ഇനി മുതൽ ലണ്ടനിൽ ജീവിച്ചാൽ മതി. അല്ല മാഡം, ഈ കുമാറുമായിട്ടുള്ള ഈ റീൽസ് ബന്ധം എങ്ങനെയാ തുടങ്ങിയത്? കാലമല്ല റീൽസിന്റെ അളവുകോൽ. മുഴക്കോലാണോ? മിണ്ടരുത്. കാലമല്ല റീൽസിന്റെ അളവുകോൽ, പുതിയ സ്റ്റെപ്പുകളുടെ കണ്ടെത്തലുകളാണ്. വ്യത്യസ്തനാമൊരു റീൽസ് കുമാരിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയും. വ്യത്യസ്തനാമൊരു റീൽസ് കുമാരിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു. റീൽസ് റീനയുടെ ഗുരുവാണി ചേട്ടൻ, റീൽസ് റീനയുടെ ഗുരുവാണി ചേട്ടൻ വെറുമൊരു ഡാൻസറല്ലിവനൊരു താരം.